ആദ്യമായിട്ട് തന്നെ നമ്മൾ കാസ്റ്റിക് സോഡ, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് വേസ്റ്റ് ചെയ്യാണ്. ഒരു 500 ഗ്രാം സോപ്പ് ഉണ്ടാക്കാൻ 54 ഗ്രാം കാസ്റ്റിക് സോഡയാണ് നമ്മൾ വേസ്റ്റ് ചെയ്തെടുക്കുന്നത്. കുക്കുംബർ സോപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുക്കുംബർ 2 കുക്കുംബർ എടുത്ത് മിക്സിയിൽ തന്നെ ഇട്ട് ഞാൻ പ്യൂരിയാക്കി വെച്ചിട്ടുണ്ട്. സോ ആ കുക്കുംബർ ജ്യൂസ് നമ്മളൊരു 74 ഗ്രാമാണ് എടുക്കുന്നത്. നെക്സ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രിപ്പയർ ചെയ്ത കുക്കുംബർ ജ്യൂസിലോട്ട് നമ്മൾ മെഷർ ചെയ്ത സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുകയാണ്. ഈ പ്രോസസ്സ് ഭയങ്കരമായിട്ടും ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ സ്ലോ ആയിട്ട് വേണം സോഡിയം ഹൈഡ്രോക്സൈഡ് ജ്യൂസിലോട്ട് ആഡ് ചെയ്യാൻ. റിവേഴ്സ് ഒരിക്കലും ചെയ്യരുത്. അതായത് സോഡിയം ഹൈഡ്രോക്സൈഡിലോട്ട് ജ്യൂസ് ആഡ് ചെയ്യരുത്. ഇനി സോപ്പ് ഉണ്ടാകാൻ ആവശ്യമായിട്ടുള്ള ഓയിൽസ് നമ്മൾ മെഷർ ചെയ്യാൻ പോവാണ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓയിൽസ് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റൈസ് ബ്രാൻ ഓയിൽ, ഒലിവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, കാസ്റ്റർ ഓയിലൊക്കെയാണ്. അപ്പോൾ റൈസ് ബ്രാൻ ഓയിലും ഒലിവ് ഓയിലും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഓയിൽ 140 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം കോക്കനട്ട് ഓയിൽ 170 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. കാസ്റ്റർ ഓയിൽ 25 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഷിയ ബട്ടർ 10 ഗ്രാം. ഇത്രയും ഓയിലാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നന്നായി മിക്സ് ചെയ്യണം. കാരണം ഷിയ ബട്ടർ ഒരു സോളിഡ് ആയതുകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്താൽ മാത്രമാണ് എല്ലാം അലിഞ്ഞ് ചേരുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡോടെ ഇത് മെൽറ്റ് ചെയ്യാവുന്നതാണ്. ഓയിൽസ് എല്ലാം മിക്സ് ചെയ്ത ശേഷം മുന്നേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ലൈറ്റ് സൊല്യൂഷൻ, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡും കുക്കുംബർ ജ്യൂസും മിക്സ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ കൂളായതിനു ശേഷം മാത്രം ഓയിലിലോട്ട് ആഡ് ചെയ്യുക. നിങ്ങൾ സ്ലോ ആയിട്ട് വേണം ആഡ് ചെയ്യാൻ. അതുപോലെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമുക്ക് ഈ മിക്സിങ് കാണുമ്പോൾ അത് ഭയങ്കര ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളുടെ ബാറ്റർ കാണുന്നത്. പക്ഷേ ഒരു 30 മിനിറ്റ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലോട്ട് അത് മാറും. അതുവരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതാ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കാണാം ഒരു തിക്കായിട്ടുള്ള ഒരു ബാറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം എസെൻഷ്യൽ ഓയിൽ, നമ്മുടെ സോപ്പിന് സ്മെല്ല് കിട്ടാൻ വേണ്ടി 10 ഗ്രാം നമ്മൾ ആഡ് ചെയ്യാണ്. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇനി നമ്മളെ ബാറ്റർ നമ്മൾ മോൾഡിലേക്ക് ആഡ് ചെയ്യാണ്. ഇവിടെ ഞാൻ പ്രോപ്പറായിട്ടുള്ള മോൾഡൊന്നല്ല യൂസ് ചെയ്തിട്ടുള്ള ഒരു പേപ്പർ ബോക്സാണ്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള മോൾഡ് യൂസ് ചെയ്യാവുന്നതാണ്. സോ സ്ലോലി എയർ ബബിൾസ് ഇല്ലാതെ നമുക്ക് നമ്മളുടെ മിക്സ് നമ്മുടെ മോൾഡിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 24 hours ഒരു ദിവസം നമ്മളിത് വെക്കണം. എന്നാൽ മാത്രമേ നമ്മളെ സോപ്പ് കട്ടിയായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 24 hours കഴിഞ്ഞിട്ട് കാണാം. സോ 24 hours ശേഷം നമ്മുടെ സോപ്പ് നന്നായി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലിപ്പോഴും നമ്മളുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്ലൗസ് ഇടാതെ നമുക്കിത് ടച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഗ്ലൗസ് ഇട്ടുകൊണ്ട് തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്കൊരു 500 ഗ്രാം സോപ്പാണ് നമ്മൾ ഉണ്ടാക്കിയത്. നമുക്ക് 9 പീസസാണ് കിട്ടിയിരിക്കുന്നത്.
കോൾഡ് പ്രോസസ് മെത്തഡിലൂടെയാണ് ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ ഷിയ ബട്ടർ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഓയിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സോപ്പാണ്. ഭയങ്കര നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആക്കും ഈ സോപ്പ്. നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സോപ്പാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളവർക്ക് സെല് ചെയ്യാനും ഈ സോപ്പ് അടിപൊളിയാണ്. സോ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സോപ്പ് ബിസിനസ് ഒരു ബിസിനസ്സായിട്ട് തന്നെ നടത്തുന്നതുകൊണ്ട് ആഗ്രഹമുള്ളവർക്ക് ഉണ്ടാക്കി നോക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. സോ നമ്മൾ 500 ഗ്രാംസിന് വേണ്ടിയിട്ടുള്ള അളവാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. സോ 1 kgക്ക് ഈ മെഷർമെൻ്റ് എല്ലാം നമ്മൾ എടുക്കുക. അതുപോലെ തന്നെ സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള മെഷർമെൻറ്റും അതുപോലെ തന്നെ എങ്ങനെയാണ് അത് റെസിപ്പി ഫോർമുലേറ്റ് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.